പ്രിയപ്പെട്ടവരെ നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലം ജില്ലയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഇന്ന് പഠിക്കുന്നത് വളരെ പ്രത്യേകതകളുള്ള കുറേ ക്ഷേത്രങ്ങളാണ്. നമ്മൾ പലപ്പോഴും അയ്യപ്പ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും എല്ലാം ഗണപതി ക്ഷേത്രമൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷേ ശിവക്ഷേത്രം പഠിക്കും, അതോടൊപ്പം തന്നെ ദുര്യോധന ക്ഷേത്രം, ശകുനി ക്ഷേത്രം, പിന്നെ ഒരു ഗുഹാക്ഷേത്രം, അങ്ങനെയുള്ള വ്യത്യസ്തമായ ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രമാണ്. നമുക്കറിയാം, എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിനും ഉണ്ടാവും എന്നറിയാം. പിന്നെ തൃക്കടവൂർ ശിവരാജു ഈ ക്ഷേത്രത്തിലെ ആനയാണ്. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കടവൂർ ക്ഷേത്രം. തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠ ശിവനാണ്. പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ തൃക്കടവൂർ ക്ഷേത്രം. ഇവിടുത്തെ ആനയാണ് തൃക്കടവൂർ ശിവരാജു. തൃക്കടവൂർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ ആനയാണ് തൃക്കടവൂർ ശിവരാജു. 108 ശിവക്ഷേത്രങ്ങളിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച പല ക്ഷേത്രങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഒന്നാണ് ഈ തൃക്കടവൂർ ക്ഷേത്രം. ഇനി അവിടുത്തെ ഉത്സവം പ്രധാനമാണ്, എന്നാലും പരീക്ഷകൾ അങ്ങനെ വരാറില്ല. കാരണം എല്ലാ സ്ഥലത്തെയും ഉത്സവങ്ങൾ പോലെ തന്നെ 10 ദിവസത്തെ ഉത്സവം മഹാദേവൻ്റെ ജന്മദിനമായ തിരുവാതിര ദിവസം ആറാട്ടോടുകൂടി അവസാനിക്കുന്നു. പിന്നെ ആ സമയത്ത് കെട്ടുകാഴ്ചകളും ആറാട്ടും പിന്നെ എടുപ്പ് കുതിരകളും എല്ലാം അടങ്ങിയ ഒരു ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. 8 കരക്കാരാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടത്തുന്നത്. 8 കരക്കാർ ചേർന്ന് ആണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. അതിനകത്ത് തേവള്ളി കരക്കാരുടെ എടുപ്പ് കുതിരകൾ വരുന്നത് അഷ്ടമുടി കായലിലൂടെയാണ്. അക്കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. തേവള്ളി കരക്കാരുടെ എടുപ്പ് കുതിരകൾ കൊണ്ടുവരുന്നത് ജലത്തിലൂടെയാണ്, അഷ്ടമുടി കായലിലൂടെയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക. തൃക്കടവൂർ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പിന്നെ തൃക്കടവൂർ ശിവരാജ് ഓർമ്മിക്കുക. പിന്നെ 8 കരക്കാർ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ്. തിരുവാതിര ദിവസം ആറാട്ടോടുകൂടി അവസാനിക്കും. പിന്നെ അതിൽ തേവള്ളി കരക്കാരുടെ എടുപ്പ് കുതിരകൾ വരുന്നത് ഏതുവഴിയാണ്? അഷ്ടമുടിക്കായലിലൂടെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കൊല്ലം ജില്ലയിൽ തന്നെ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ മലനട ദുര്യോധന ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം അറിയപ്പെടുന്നത് മലക്കുട എന്നാണ്. അപ്പോൾ ഓർമ്മിക്കുക, ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് മലനട ക്ഷേത്രം, മലനട ദുര്യോധന ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ പ്രത്യേക ശ്രീകോവിലോ പിന്നെ വിഗ്രഹമോ ചുറ്റമ്പലമോ ഒന്നുമില്ല. ഒരു ആൽത്തറയിലെ പീഠമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു ആൽത്തറയിലെ പീഠം. അതിന് ദുര്യോധന സങ്കല്പമായിട്ട് ഇവിടുത്തെ ദുര്യോധന എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും അവിടുത്തെ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം ഇവിടുത്തെ പ്രതിഷ്ഠയെ വിളിക്കുന്നത് മലയപ്പൂപ്പൻ എന്നാണ്. ഓർമ്മിക്കുക, ദുര്യോധന ക്ഷേത്രമാണ്. ഇവിടെ ദുര്യോധനൻ അറിയപ്പെടുന്നത് മലയപ്പൂപ്പൻ എന്നാണ്. പിന്നെ ഒരു പ്രാകൃതമായ ശൈലിയിലുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ വെറ്റിലയും പാക്കും പുകയിലയും എല്ലാം വച്ചാണ് ഇത് പൂജിക്കുന്നത്. ഇവിടെ ഇപ്പോഴും കലശത്തിനായി നേദിക്കുന്നത് കള്ളാണ്. അപ്പോൾ ഓർമ്മിക്കുക, വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട അപ്പൂപ്പൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മലയപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന ദുര്യോധന ക്ഷേത്രം. ശ്രീകോവിലോ ചുറ്റമ്പലമോ വിഗ്രഹമോ ഒന്നുമില്ല. ഒരു ആൽത്തറ മാത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വെറ്റിലയും പാക്കും പുകയിലയും എല്ലാം വെച്ചാണ് ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും വെറ്റിലയും പാക്കും വയ്ക്കും, പുകയിലയോ അല്ലെങ്കിൽ കള്ളോ ഒന്നും നേദിക്കാറില്ല. ചില ഗോത്ര സമുദായങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പുകയിലയും വെറ്റിലയും പാക്കും പൂജിക്കാൻ വയ്ക്കുകയും കലശത്തിനായി കള്ള് ഉപയോഗിക്കുന്ന ക്ഷേത്രവും ഈ മലനട ദുര്യോധന ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉത്സവത്തെ മീനമാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറുന്ന
ഇവിടുത്തെ ഉത്സവത്തിന് മലക്കുട ഉത്സവം എന്നറിയപ്പെടുന്നത്. എന്താണ് മലക്കുട ഉത്സവം? മലക്കുട ഉത്സവം. അപ്പോൾ ഓർമ്മിക്കുക, മലക്കുട ഉത്സവം കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് കൊണ്ടാടുന്നത് എന്ന് പരീക്ഷയ്ക്ക് വന്നാൽ ഓർമ്മിക്കണം, പെരുവരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ മഹാഭാരത കഥയിലെ ദുര്യോധനൻ യുദ്ധാനന്തരമുള്ള ആ യാത്രയുടെ വരവേൽപ്പ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ഉത്സവം, അല്ലെങ്കിൽ വരവേൽപ്പ് അനുസ്മരിച്ചാണ് മീനമാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച മലക്കുട ഉത്സവം കൊണ്ടാടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുപ്പ് കുതിരയും കാളയും എല്ലാം ഉണ്ട്. അത് ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. പിന്നെ ഇവിടുത്തെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ് പള്ളിപ്പാന. ഇപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, പല പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, പള്ളിപ്പാന 2023 അവസാനമായി പള്ളിപ്പാന നടന്നത്. പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ 12 ദിവസം നടക്കുന്ന പൂജയാണത്. ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങിനെ പറഞ്ഞ ചടങ്ങാണ് പള്ളിപ്പാന. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരശയിൽ കിടക്കുന്ന, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടുത്തെ പള്ളിപ്പാന. ശരീരത്തിൽ ചൂരൽ വള്ളികൾ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാന. 2023 അവസാനമായി നടന്നത്, 12 വർഷത്തിലൊരിക്കൽ. അപ്പോൾ 2035 ഇനി അടുത്ത പള്ളിപ്പാന നടക്കുക. ഓർമ്മിക്കുക, നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ്, മഹാഭാരത കഥയിലെ ദുര്യോധനൻ്റെ ക്ഷേത്രമാണ് ഈ പോരുവഴി പെരുവരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. ശ്രീകോവിലില്ല, ചുറ്റമ്പലമില്ല, വിഗ്രഹമില്ല, ഒരു ആൽത്തറയിലെ പീഠം മാത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. മലയപ്പൂപ്പൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പിന്നെ വെറ്റിലയും പാക്കും പിന്നെ നമ്മുടെ പുകയിലയും വച്ചാണ് ഇവിടെ പൂജിക്കുന്നത്. പിന്നെ കലശത്തിനായി ഇന്നും ഉപയോഗിക്കുന്നത് കള്ളാണ്. മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറുന്ന ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പേരാണ് മലക്കുട ഉത്സവം. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ മലക്കുട ഉത്സവം. ഉത്സവ നാളിൽ അതെല്ലാം പറഞ്ഞു. 12 വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് പള്ളിപ്പാന. പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൂരൽ വള്ളികൾ ചുറ്റിക്കൊണ്ട് ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാന. മഹാഭാരത കഥയിലെ പിന്നെ മഹാഭാരത കഥയിലെ കുരുക്ഷേത്രത്തിലെ ശരശയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാൻ. 2023 അവസാനമായി പള്ളിപ്പാന നടന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് മലനട ശകുനി ക്ഷേത്രം. ഇതും മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമാണ് ഗാന്ധാരിയുടെ സഹോദരനായിട്ടുള്ള ശകുനി. കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാഭാരത കഥയിലെ ശകുനിയുടെ ക്ഷേത്രമാണ് മലനട ശകുനി ദേവക്ഷേത്രം. കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്താണ് ഈ ഇന്ത്യയിലെ ഏക ശകുനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ പൂജകൾ അങ്ങനെ നടത്താറില്ല. പ്രത്യേക പൂജകൾ, ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, അങ്ങനെയുള്ള പൂജകളൊന്നും നടത്താത്തൊരു ക്ഷേത്രമാണ്. തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ തങ്ങൾ ദൈവത്തെ ആരാധിച്ച് പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശകുനി ക്ഷേത്രം. കുറവർ സമുദായക്കാർ, നമുക്കറിയാം പണ്ട് കാലത്ത് പിന്നാക്ക സമുദായക്കാരായി മുദ്രകുത്തപ്പെട്ട ഒരു അധസ്ഥ വിഭാഗക്കാരാണ് കുറവർ സമുദായക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളായിരിക്കും ഇവിടുത്തെ നേദ്യങ്ങളും കാര്യങ്ങളും. കള്ള്, പട്ട്, ഇളനീർ, അവരെല്ലാവരും ഈ തെങ്ങ് കയറ്റ തൊഴിലാളികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളനീര്, പിന്നെ അവരുപയോഗിക്കുന്ന കള്ള്, മദ്യം അന്ന് വരേണ്ട സമുദായക്കാർ മാത്രമേ ഉപയോഗിച്ചിരുന്നു. ബാക്കി എല്ലാ സമുദായക്കാരും കള്ളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആ കള്ള്, പിന്നെ പട്ട്, ഇളനീർ എന്നിവ നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് മലനട ശകുനി ദേവക്ഷേത്രം. അപ്പോൾ കുറവർ സമുദായക്കാരാണ് ഈ ശകുനി ആരാധിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിൽ. പിന്നെ പവിത്രേശ്വരം മലനട ക്ഷേത്രം. അപ്പോൾ ഓർമ്മിക്കുക, നേരത്തെ നമ്മൾ പഠിച്ചത് മലനട ദുര്യോധന ക്ഷേത്രമാണ്. ഇത് മലനട ശകുനി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പേരും നേരെ ദുര്യോധന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതേ പേരിനാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ മലക്കുട ഉത്സവം എന്നാണെങ്കിൽ ഇവിടെ മലക്കുട ഉച്ചാര മഹോത്സവം എന്നാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം അറിയപ്പെടുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ശകുനി ക്ഷേത്രമാണ് മലനട ശകുനി ദേവക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ഇവിടെ പൂജകൾ നടക്കാറില്ല. ഈ ക്ഷേത്രത്തിൽ വച്ചാണ് ശകുനി ദേവൻ
പരമശിവനിൽ നിന്നും മോക്ഷം നേടിയത് എന്നാണ് വിശ്വാസം. അതായത് ഈ ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കരിങ്കല്ലിൽ തപസ്സിരുന്നാണ് ഈ ശകുനിദേവൻ പരമശിവനെ പ്രസാദിപ്പിച്ചത് എന്നാണ് വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്രം വന്നത്. അത് ശകുനി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉത്സവത്തെ അറിയപ്പെടുന്ന പേര് മലക്കുട ഉച്ചാര മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ശകുനിദേവന് കള്ള്, പട്ട്, ഇളനീർ എന്നിവ നേർച്ചയായി സമർപ്പിക്കുന്ന ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ധർമ്മശാസ്താവിൻ്റെ ഈ ക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട്. ധർമ്മശാസ്താവ് തൻ്റെ ഭാര്യയായ പ്രഭാദേവിയോടും മകനായ സത്യകനോടൊപ്പവുമാണ് ഈ ക്ഷേത്രത്തിൽ വസിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, വാനര സദ്യ നടത്തുന്ന ക്ഷേത്രങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ഓർമ്മിക്കുക, ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ് വാനര സദ്യ. വാനരന്മാരുടെ സാന്നിധ്യം കൊണ്ട് പേരുകേട്ട ക്ഷേത്രമാണിത്. ഈ വാനര സദ്യ നടത്തി കുരങ്ങുകളെ ആദരിക്കുന്ന ക്ഷേത്രമാണ് ഈ പറഞ്ഞ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തൻ്റെ ഭാര്യയായ പ്രഭാദേവിയോടും മകനായ സത്യകനോടുമൊപ്പമാണ് ശാസ്താവ് ഇവിടെ വസിക്കുന്നത്. 4 ഭാഗത്തും ശ്രീകോവിലിൻ്റെ 4 ഭാഗത്തും, നമുക്ക് ശ്രീകോവിലിൽ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ മാത്രമേ അദ്ദേഹം ഇരിക്കുന്ന അഭിമുഖീകരിച്ച് മാത്രമേ വാതിലുണ്ടാവാറുള്ളൂ. പക്ഷേ ഇവിടെ പ്രത്യേകത, ശ്രീകോവിലിൻ്റെ 4 ഭാഗത്തും വാതിലുകളുള്ള ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓർമ്മിക്കണം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. നമുക്കറിയാം ശാസ്താംകോട്ട ഒരു ശുദ്ധജല തടാകമാണ്. ഇത് ശുദ്ധജല തടാകമാകാൻ കാരണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ അഭിഷേക ജലം പുറത്ത് പോകാതെ നേരെ കായലിലേക്കാണ് പതിക്കുന്നത്. ഇത് നേരെ കായലിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ശുദ്ധജല തടാകമാകാൻ കാരണമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഓർമ്മിക്കുക, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വാനരന്മാരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ വാനര സദ്യ എല്ലാ വർഷവും ഇവിടെ നടത്തി കുരങ്ങുകളെ ആദരിക്കുന്നു. ശാസ്താവ് തൻ്റെ ഭാര്യയായ പ്രഭാദേവിയോടും മകനായ സത്യകനോടുമൊപ്പമാണ് ശ്രീ ധർമ്മശാസ്താവായിട്ട് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വാണരുളുന്നത്. സ്വയംഭൂവായി വാണരുളുന്നു. പിന്നെ ശ്രീകോവിലിന് 4 ഭാഗത്തും വാതിലുകളുള്ള ക്ഷേത്രമാണിത്. അടുത്ത് പഠിക്കേണ്ടത് ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. തൃക്കടവൂർ പോലെ മറ്റൊരു ക്ഷേത്രം ശ്രീ ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് തൃക്കടവൂർ ക്ഷേത്രം പറഞ്ഞതുപോലെ തന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്ന ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രം. അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് 2 പഠിക്കുന്നുണ്ട്. ഒന്ന് തൃക്കടവൂർ ക്ഷേത്രം, മറ്റേത് ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. അപ്പോൾ കൊല്ലം നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. പിന്നെ ശിവൻ പത്നി സമേതനായി, അതായത് ആനന്ദവല്ലീശ്വരനായാണ് ഇവിടെ കഴിയുന്നത്. ആനന്ദവല്ലി ദേവി, ശിവനും തൻ്റെ ഭാര്യയായ പാർവതിയുടെ മറ്റൊരു പേരാണ് ആനന്ദവല്ലി ദേവി. അപ്പോൾ ആ ദേവിയുടെയും കൂടെ പേര് വെച്ചാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനും പാർവതിയുമാണ്, അത് ആനന്ദവല്ലി ദേവിയുമാണ്. ഇത് കൂടാതെ ഇവിടുത്തെ ശ്രീകോവിലിന് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ശ്രീകോവിലിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ പത്നി സമേതനായ ശിവൻ കാണും, അല്ലെങ്കിൽ പത്നി സമേതനായ ശാസ്താവ് കാണും, പത്നി സമേതനായ വിഷ്ണു കാണും. പക്ഷേ മറ്റ് ഉപദേവതകളെല്ലാം നമ്മുടെ ശ്രീകോവിലിന് പുറത്ത് മറ്റ് ചെറിയ ക്ഷേത്രങ്ങളിലായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രീകോവിലിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ ദേവഗണങ്ങളും ഉണ്ട്. അങ്ങനെ ഈ ശ്രീകോവിലിന് വളരെ പ്രത്യേകത ഉള്ളതാണ്. ശ്രീകൃഷ്ണൻ, വിഷ്ണു, ഭൂമിദേവി, ലക്ഷ്മി ദേവി ഉൾപ്പെടെ ശിവനും പാർവതിയും ഉൾപ്പെടെ ഒരു ദേവഗണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത വളരെ വലുതാണ്. അപ്പോൾ എല്ലാ ദേവഗണങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ ദേവഗണങ്ങളും അടങ്ങിയ ഒരു ശ്രീകോവിലാണ് ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലുള്ളത്. അങ്ങനെ ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രമാണ്, ഇവിടുത്തെ അപൂർവ ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിത്. ശിവനും ആനന്ദവല്ലി ദേവിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ.
പിന്നെ ശ്രീകൃഷ്ണൻ, വിഷ്ണു, ഭൂമിദേവി, ലക്ഷ്മി ദേവി, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ദേവഗണങ്ങളും ഒരു ഭക്തൻ അമ്പലത്തിൽ വന്നാൽ ഒരുമിച്ച് കാണേണ്ട എല്ലാ ദേവഗണങ്ങളും അടങ്ങിയ ഒരു ശ്രീകോവിലാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. അങ്ങനെയുള്ള ശ്രീകോവിലുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രം. പത്നി സമേതനായ ശിവൻ പടിഞ്ഞാറേക്ക് ദർശനം നൽകിയാണ് ഇരിക്കുന്നത്. എന്നാൽ ദേവി ആനന്ദവല്ലി ദേവി ഇരിക്കുന്നത് കിഴക്ക് ദർശനം നൽകിയാണ്. ദേവിയുടെ ദർശനം കിഴക്കോട്ടാണെങ്കിലും ശിവന്റെ ഭാഗത്തുകൂടി മാത്രമേ നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവിയെ ദർശിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇവിടെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ല. പിന്നെ ഈ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ പറയേണ്ട ഒരു വസ്തുത മാത്രമാണ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറ്റ് എ ഗ്ലാൻസ് പറഞ്ഞിട്ടുണ്ട്. അടുത്തിനി നോക്കേണ്ടത് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗുഹാക്ഷേത്രവും ഇവിടെ ഉണ്ട്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഒരു തീർത്ഥാടനവും ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ് ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ഇപ്പം ഇനി എൻ്റെ സമീപത്ത് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് മടവൂപ്പാറ ക്ഷേത്രം. കാട്ടായിക്കോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മടവൂപ്പാറ ശിവക്ഷേത്രം. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടിക്കൽ ഗുഹാക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. കൊല്ലം ജില്ലയിലെ ഇട്ടിവ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ AD 6-നും 8-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. AD 6-നും 8-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേര് കൽത്തിരി അല്ലാതെ എറാണ്, കൽ തൃക്കോവിൽ എന്നാണ്. ഓർമ്മിച്ച് അത് മാറ്റി പഠിച്ചോളണം. കൽ തൃക്കോവിൽ എന്നാണ്. അപ്പോൾ അമിതമായി പഠിക്കാനില്ല ഇവിടെ. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ ഇട്ടിവ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 6-നും 8-നും ഇടയിലുള്ള നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. പിന്നെ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ വേറൊരു പേരാണ് കൽ തൃക്കോവിൽ എന്നറിയപ്പെടുന്നത്. പിന്നെ എല്ലാ പേരും പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മളിനി പഠിക്കുന്നത്. കാട്ടിൽ മെക്കതൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കാട്ടിൽ മെക്കതൽ ക്ഷേത്രം എന്ന് കേട്ടാൽ മണി കെട്ടിയ കോവിൽ എന്ന് എല്ലാ പേരും, ദക്ഷിണ കേരളത്തിലുള്ള എല്ലാ പേരും പറയുന്ന പേരാണ് മണി കെട്ടിയ കോവിൽ. അതായത് കൊല്ലം ജില്ലയിലെ പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. കായലിനും കടലിനും നടുക്കായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻ തരും. നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരമാണ് മണികെട്ടൽ. അതായത് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായുള്ള പേരാൽ 7 തവണ പ്രദക്ഷിണം ചെയ്ത ശേഷം മണികെട്ട് എന്നൊരു ചടങ്ങുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ മണികെട്ടാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ തന്നെ ഈ മണി കെട്ടും, നമ്മൾ അവിടെ കെട്ടുക. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. ഇപ്പം മംഗല്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദാമ്പത്യത്തിൽ കുട്ടികളുണ്ടാവാത്ത ആവശ്യത്തിന് വേണ്ടിയും എല്ലാം ഭക്തജനങ്ങൾ ഇവിടെ പോവുകയും ഈ പേരാലിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം വയ്ക്കുകയും മണി കെട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതായത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മണികെട്ടൽ ചടങ്ങ് തന്നിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ തിരഞ്ഞെടുത്തോളണം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് മണികെട്ടൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിൽ മാർക്ക് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.